ഹലോ എവരിവൺ, ഞാൻ റൈഹാന. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒട്ടും സ്പൈസി അല്ലാത്ത ഒരു ചെമ്മീൻ കറിയാണ്. ഇത് ചെമ്മീൻ മോളി എന്ന് പറയാം. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്ക് വേറെ സ്റ്റൈൽ അറിയാമെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് മീ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1/2 kg ചെമ്മീൻ. ഇത് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഒരെണ്ണം കൊത്തിയരിഞ്ഞത്, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളകാണ് നമ്മളിതിൽ എരിവിന് ചേർക്കണം കേട്ടോ, മുളക് പൊടി ചേർക്കണില്ല. പിന്നെ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം 2.5 ടേബിൾ-സ്പൂൺ വെച്ചിട്ട് ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പെരുംജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചേക്കണതാണ്. ഇതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ, നിങ്ങൾക്ക് ഞാൻ ലിങ്കിലിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം, എളുപ്പത്തിൽ ചെയ്യാൻ. പിന്നെ വേണ്ടത് നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കണതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം വേണം ആവശ്യത്തിന്, പിന്നെ ഇത്തിരി എണ്ണ. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണത്. പിന്നെ അധികം സ്പൈസി അല്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ കറി കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ട്, മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുക്കുക. വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള, പച്ചമുളക് ഇട്ടിട്ട്, അതുപോലെ വേപ്പിലയും 3 സാധനങ്ങൾ ഇട്ടിട്ട് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങ് വാട്ടിയെടുക്കും. ഇതും സവാള ഭയങ്കരമായിട്ട് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള വാടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ സവാള വാടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ 3 പൊടികൾ എടുത്ത് വെച്ച്, അതായത് മസാല എന്ന് പറയാനൊന്നുമില്ല. ഇത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടാം. അപ്പോൾ ചെമ്മീന്മേ ഈ ഉള്ള മഞ്ഞൾപ്പൊടിയും ഈ കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുക. അതായത് ഒരു 1/4 കപ്പ്, കുറച്ച് വെള്ളം മതി ചെമ്മീനൊന്ന് വേവാൻ വേണ്ടി. പിന്നെ ചെമ്മീൻ ഒരുപാട് നേരം കിടന്ന് വേവേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ നേരം ചെമ്മീൻ കിടന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചെമ്മീൻ ഇങ്ങനെ കട്ടിയായി പോവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് പുളിയാണ്. നേരത്തെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ, ആ പുളി ഒരു 2 ടേബിൾ-സ്പൂൺ ഇടുക. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്ന് തോന്നണവരാണെങ്കിൽ ഇത്രയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ പുളി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ചെമ്മീനൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ പെട്ടെന്ന് തിളച്ച് വരും കേട്ടോ, ഒരു 5-6 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ചെമ്മീൻ തിളക്കണോടുകൂടി തന്നെ ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങും. അപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. ഇത് അധികം ചാറ് വേണ്ടാത്തവർ ഈ വെള്ളം അങ്ങ് നന്നായിട്ട് തീ കൂട്ടിയിട്ടിട്ട് വറ്റിച്ചെടുത്തുള്ളൂ കേട്ടോ. ഞാനധികം വറ്റിക്കണില്ല. ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യണത്. ചിലർക്ക് ഇങ്ങനെ കുറച്ച് കടിക്കാൻ തക്കാളി കിട്ടണമായിരിക്കും ഇഷ്ടം, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അതല്ല, നിങ്ങൾക്ക് നന്നായിട്ട് വഴന്ന് കിട്ടുന്ന തക്കാളി ഇഷ്ടമെന്നുണ്ടെങ്കിൽ നേരത്തെ ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കറി വെക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കണ്ട കറി കേട്ടോ. അപ്പോൾ അതേ പതുക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഉപ്പ് നോക്കി. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് നോക്കുക, ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കറി വെക്കണ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ടിപ്പെന്ന് പറയാനായിട്ട്, ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് പട്ട, കരാമ്പു, ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, ഒരു 3 നുള്ള് അതിടുക. പിന്നെ ഒരു ടേബിൾ-സ്പൂൺ പച്ച വെളിച്ചെണ്ണ മുകളിൽ തൂവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ തക്കാളി ഇപ്പോൾ അങ്ങനെ വെറുന്ന് കിടക്കണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് ആ ചൂടിൽ കിടന്ന് വെന്ത് കിട്ടും. തിളയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് 1 മിനിറ്റ് സ്ലോ തീയിലിട്ടാൽ മതി, മൂടി വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. അപ്പോൾ ഇതൊരു ടേസ്റ്റി കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലതാണ്. ഏറ്റവും നല്ലത് ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അങ്ങനത്തെ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. പിന്നെ ഇത് ഒട്ടും വെള്ളം ഇല്ലാതെ ഇങ്ങനെ കട്ടിയിലാണ് ഇരിക്കണതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇത്തിരി ചാറായിട്ടാണ് എടുത്തേക്കണം, കാരണം ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനിത് കഴിക്കാൻ പോകണം. അപ്പോൾ ഇച്ചിരി ചാറായിട്ടാണ് എടുത്തേക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.